നമ്മുടെ ആർക്കിടെക്റ്റുകളൊക്കെ പല പ്രൊജക്റ്റും വിഷ്വലൈസ് ചെയ്ത് ക്ലയൻസിനെ കാണിക്കാറുണ്ട്. ഇതിന്റെ പുറകിലുള്ള വിഷ്വലൈസേഷൻ സോഫ്റ്റ്വെയറിന്റെ ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. 1,00,000 രൂപ ടൈറ്റ് ബഡ്ജറ്റിൽ ഈ ഒരു ലൂമിയോൺ 2024 സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ ആവശ്യമായ ഒരു സ്പെക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. പ്രോസസർ ഉപയോഗിച്ചിരിക്കുന്നത് Ryzen 7 7700 ഒക്ടാകോർ ആണ്. 65 വാട്ട്സ് TDP. സ്റ്റോക്ക് ഒരു റാഡ് പ്രിസം കൂളർ കൂടെ വരുന്നത് കൊണ്ട് നമുക്ക് സെപ്പറേറ്റ് കൂളറിന്റെ ഒന്നും ആവശ്യമില്ല. മദർ ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത് MSIയുടെ B650M+ വൈഫൈ മദർ ബോർഡ് ആണ്. മെമ്മറി ഉപയോഗിച്ചിരിക്കുന്നത് Predator Vesta 2 CL30 ആണ്. ടൈമിംഗ് 6000 MHz ആണ്. 16GB യുടെ 2 കിറ്റ് ആണ് മെമ്മറി. SSD യൂസ് ചെയ്തിരിക്കുന്നത് Kioxia Xperia Pro Gen 4 1TB ആണ്. 7300 MB/s റീഡ് സ്പീഡും 6400 MB/s റൈറ്റ് സ്പീഡുമാണ് ഈ SSD ഓഫർ ചെയ്യുന്നത്. റെൻഡറിംഗ് സോഫ്റ്റ്വെയറുകൾക്ക് വീഡിയോ റാം സൈസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് 3060 12GB ആണ് വെച്ചിരിക്കുന്നത്. ഒരു ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4060 പോകാം. ഇതിനെല്ലാം പവർ ചെയ്യാനായിട്ട് ഒരു 650 വാട്ട്സ് തെർമൽ ടേക്കിന്റെ SMBS ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 5 ഇയർ വാറന്റി ഉള്ള ഒരു SMBS ആണ്. ഇനി ഇതിനെല്ലാം കൂടെ പറക്കി കൂട്ടി അകത്തിടാൻ ഉപയോഗിച്ചിരിക്കുന്ന ക്യാബിൻ ജിഗാബൈറ്റിന്റെ ആണ്. C301 V2 വൈറ്റ് ക്യാബിൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ലൂമിയോൺ 2024 ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ബെഞ്ച് മാർക്ക് നോക്കിയപ്പോൾ തട്ടിയില്ല എന്ന് പറഞ്ഞാണ് മാക്സിമം റിക്വയർമെന്റ്സ് നിൽക്കുന്നത്. VRAM സൈസ് എക്സീഡഡ് ആണ്. പ്രോസസർ എക്സീഡഡ് ആണ്. മെമ്മറി 32GB ഇനഫ് ആണ്. ലൂമിയോണിൽ തന്നെയുള്ള ഒരു സാമ്പിൾ പ്രൊജക്ട് 22 സെക്കൻഡ് മാത്രം വരുന്ന ഒരു വീഡിയോ ഫുൾ HD സൈസിൽ റെൻഡർ ചെയ്യാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂറും 38 മിനിറ്റും ആണ്. ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദം കൂടും എന്ന് പറയുന്ന പോലെ നിങ്ങൾ എത്രയും കൂടുതൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്രത്തോളം സ്പീഡിൽ റെൻഡറിംഗ് നടക്കും.